മാളിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ. മാളിക്കുട്ടി ശരിയെങ്കിൽ പറഞ്ഞെങ്കിലും പക്ഷേ മാളിക്കുട്ടി ഒരു കാര്യം പറഞ്ഞു. എനിക്ക് വണ്ടിയൊന്നും ഇല്ല, എൻ്റെ കാല് വേദന എടുക്കും അവിടം വരെ നടന്നു പോയാൽ. മാളിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, എന്നാൽ നീ അച്ഛൻ്റെ ആ ട്രക്ക് എടുത്തുകൊണ്ട് പൊയ്ക്കോ. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ അമ്മേ. എന്നാൽ നീ ഏതെങ്കിലും ബട്ടണിൽ പിടിച്ച് നിൽക്കിയാൽ മതി. എന്നാ ശരി അമ്മേ. അങ്ങനെ മാളിക്കുട്ടി നടക്കുവാൻ തുടങ്ങി. മാളിക്കുട്ടി അങ്ങനെ അച്ഛൻ്റെ ട്രക്കിലെത്തി. എന്നിട്ട് മാളിക്കുട്ടി കയറിയിരുന്നു. മാളിക്കുട്ടി ഓരോ സ്വിച്ച് പിടിച്ച് നിൽക്കാൻ തുടങ്ങി. പക്ഷെ വണ്ടിയാണെങ്കിൽ വേഗത്തിൽ പറന്നുപോയി. മെയിൻ റോഡ് അങ്ങനെ എത്തി. പെട്ടെന്നാണ് അവിടെ നിന്നൊരു കാറ് വന്ന് മാളിക്കുട്ടീനെ ഇടിക്കാൻ വന്നത്. മാളി നടു റോഡിൽ തന്നെ വീണു. അമ്മ ശബ്ദം കേട്ടെങ്കിലും അമ്മ വിചാരിച്ചത് അത് വല്ല കല്ല് പണിക്കാരും ചെയ്തതാണെന്ന്. അച്ഛനങ്ങനെ മാളിക്കുട്ടി ഇടിച്ച റോഡിലെത്തി. പെട്ടെന്ന് അച്ഛൻ ഷോക്കാവാൻ തുടങ്ങി. മാളിക്കുട്ടിയെ അങ്ങനെ അച്ഛൻ എടുത്തു. അങ്ങനെ അവർ ആശുപത്രിയിലെത്തി. ഡോക്ടർ പറഞ്ഞു അവരോട് അഡ്മിറ്റ് ആവാൻ മാളിക്കുട്ടിയോട് മാത്രം. അച്ഛനാണെങ്കിൽ കരയാൻ തുടങ്ങി. അങ്ങനെ മാളിക്കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി. അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല. മാളിക്കുട്ടിയോട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നോടാരാ ആ വണ്ടിയിൽ ഏതൊക്കെയോ സ്വിച്ച് പിടിച്ച് നിൽക്കാൻ? മാളിക്കുട്ടി പറഞ്ഞു, അത് എന്നോട് അമ്മയാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അയ്യോ, ഇത് എന്നെ കുറേ നേരമായി ഇവൾ വരാത്തെ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, മാളിക്കുട്ടിയല്ലേ? അല്ല, നിന്നോടാരാ പറഞ്ഞേ കൊച്ചിനോട് ഓരോ സ്വിച്ച് പിടിച്ച് നിൽക്കാൻ? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഇപ്പോൾ നമ്മളുടെ കുട്ടി ആശുപത്രിയിലാണ്. എന്ത്? ഏതാശുപത്രിയിലാണ്? നമ്മളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ്. ആണോ? എന്നാൽ ഞാൻ ഇപ്പോൾ വരാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പെട്ടെന്ന് എന്നെ കട്ട് ചെയ്തല്ലോ. എന്നാൽ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ അമ്മയും അച്ഛനും ആശുപത്രിയിൽ വന്നു. അമ്മ ആശുപത്രിയിൽ വന്നപ്പോൾ അച്ഛന് ഒരുപാട് ദേഷ്യം വന്നു. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, താറാക്കുട്ടനെ പറഞ്ഞു എൻ്റെ ട്രക്ക് എടുത്തോണ്ട് വരൂ. അങ്ങനെ ട്രക്കിനെ കയറ്റിക്കൊണ്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇതിനകത്തു കയറൂ. അമ്മ പറഞ്ഞു ശരി എന്ന്. അമ്മ കയറി. ഇനി നീ ഏതെങ്കിലും സ്വിച്ച് പിടിച്ചു നിൽക്കും. മാളിക്കുട്ടി പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അറിയാതെ പറഞ്ഞു പോയതല്ലേ. നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി നീ അങ്ങനെ ആവർത്തിക്കരുത്. ശരി, എന്നാൽ നീ അവളോട് സോറി പറ. ശരി, പറയാം. സോറി മോളെ. ഒരു ഉമ്മ. പാർട്ട് 2.